എനിക്ക് വെളിയിലൊക്കെ വർക്കിന് പോകാൻ വേണ്ടി മേടിച്ച ഒരു ചെറിയ പ്രോഡക്റ്റ്. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബെൽറ്റ്. പിന്നെ അതിനൊക്കെ നിങ്ങൾ ഇവിടെ കാണാം, ഇത് നല്ല ഒരു മാഗ്നേറ്റ് കൂടെ അടിക്കുമ്പോൾ ഇവിടെ കാണാം സൂൺ ലൈറ്റ്. ഈ ലൈറ്റ് 2 മീറ്റർ വരെ. ഇപ്പൊ ഞാൻ ഗോപ്രോയ്ക്ക് നേരെയാണ് ഈ ലൈറ്റ് വെച്ചേക്കുന്നത്. അതിനെങ്ങനെ കാണാം, ഇവിടെ നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഇപ്പൊ നടന്നു പോവുകയാണ്. ഹലോ, എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്നത്തെ നമ്മളെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഹൈ പവർ ഹെഡ് ലാമ്പാണ്. ഒരു LED ഹെഡ് ലാമ്പാണ് ഇന്നത്തെ നമ്മളെ പ്രോഡക്റ്റ്. അടിപൊളിയായിട്ട് പ്രോഡക്റ്റ് ആണ്. ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. മറ്റേ നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഷെയറും ലൈക്കും കമന്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രയോജനം. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണുക. ഇതൊരു കമ്പനി ഒന്നിന്റെ പ്രൊമോഷൻ വീഡിയോകളോ കാര്യങ്ങളൊന്നുമല്ല. ഇത് എനിക്ക് വെളിയിലൊക്കെ വർക്കിന് പോകാൻ വേണ്ടി മേടിച്ച ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ്. നമ്മൾ AC ഒക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി അതിന്റെ അകത്ത് ഒന്നി മൊബൈലിന്റെ ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരും, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും കൊണ്ട് പിടിപ്പിക്കേണ്ടി വരും ഒന്നിൽ വെട്ടം. ഇതാകുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ തലയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഫോക്കസ് ലൈറ്റ് ഉണ്ട്, ട്യൂബ് ലൈറ്റ് ഉണ്ട്, ബാറിനൊക്കെ. അപ്പൊ അത് നല്ല രീതിയിൽ കണ്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ആദ്യം കൂടെ പഴയ മോഡൽ ഒരു ചാർജിന്റെ കേബിള്, അത് ചാർജറൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബെൽറ്റ് ആണ്. അതിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് കമ്പനിയുടെ പേര് LED, അത് തന്നെ ലാമ്പ് എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഒരു ഇലാസ്റ്റിക്കിന്റെ ബെൽറ്റ് ആണ്. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ആണ് നമ്മളെ LED ലൈറ്റ്. ഇവിടെ അതിന്റെ ഒരു ഫോക്കസ് ലൈറ്റ് ഉണ്ട്, ഇവിടെ ട്യൂബ് കണക്കുള്ള ഒരു LED ബാർ ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ അതിന്റെ പവർ ബട്ടൺ, അത് കണക്ക് തന്നെ ചാർജ് ചെയ്യുന്നതും ഈ സൈഡിൽ തന്നെ ഈ കാണാൻ ചാർജ് ചെയ്യണതും ഇതതിന്റെ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ചും. പിന്നെ അതിനൊക്കെ നിങ്ങൾ ഇവിടെ കാണാം, ഇത് നല്ല ഒരു മാഗ്നേറ്റ് ഇവിടെ ടെസ്റ്റ് വെച്ചേക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നേറ്റ് ആണ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ നമ്മൾ പണി ചെയ്യുന്ന സ്ഥലത്തുള്ള മാഗ്നേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് നമുക്ക് ഇത് കണക്ക് പിടിപ്പിച്ച് വെച്ചുകൊണ്ട് നമുക്ക് പണി ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊക്കെ ഇതിന്റെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റിക്ക് ഒരു സ്റ്റീൽ കാണാം. ഇത് വേറെ ഒന്നുമല്ല, മാഗ്നേറ്റ് ആണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ തലയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അതായത് മാഗ്നേറ്റ് പിടിപ്പിക്കാനായിട്ടുള്ള സ്റ്റീല കാര്യങ്ങളുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാഗ്നേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് പണിയാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഒറ്റയ്ക്കൊക്കെയാണ് ഞാൻ ചില സമയത്ത് നൈറ്റിൽ പണിക്ക് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ ഇവിടെ കാണാൻ പറ്റും. ഇതിനൊക്കെയുള്ള DV കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തലയിടാൻ പാടാണ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഇതിനൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ട് നമുക്കിവിടെ ഇത് ഈ മാഗ്നറ്റ് സൈഡ് നമുക്കിവിടെ ഇതിനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമുക്കിവിടെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നേറ്റാണ്. നമുക്കിവിടെ ഇതിനൊക്കെ മാഗ്നേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് പിടിപ്പിച്ചുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നേറ്റാണ്. അത് അവിടെ മാഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മളെ പണിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇവിടെ അതിന്റെ വെൽറ്റ് ഇടാനുള്ള ഒരു പോർട്ട് ഉണ്ട്, 2 സൈഡിൽ വെൽറ്റ് ഇടാനുള്ളത്. പിന്നെ ഈ ലൈറ്റ് നിങ്ങളുടെ കാണാം, സൂം ലൈറ്റ്. ഈ ഫസ്റ്റ് നമ്മളെ സൂം ലൈറ്റ് ഒറ്റ അടിക്കുമ്പോൾ നിങ്ങളുടെ കാണാം സൂം ലൈറ്റ്. ഈ ലൈറ്റ് 2 മീറ്റർ വരെ നമുക്ക് കാണാൻ പറ്റും. ഈ ലൈറ്റിന്റെ പ്രകാശം 2 മീറ്റർ അടുപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിന്റെ ഇവിടെ ഒരു രണ്ടാമത്തെ ലൈറ്റ് ട്യൂബ് ലൈറ്റ് ആണ്. ബാറണക്കുള്ള ഒരു LED ട്യൂബ് ലൈറ്റ് ആണ്. നല്ല വൈഡ് ആയിട്ടാണ് ഇതിന്റെ വെട്ടം. നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അത് സൂപ്പറായിട്ട് നമുക്ക് നല്ല വീട്ടിലൊക്കെ ഈ ട്യൂബ് ഇട്ടേക്കണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് ടാപ്പിംഗ് ജോലിയൊക്കെ ചെയ്യണവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ലൈറ്റാണ്. ടാപ്പിംഗ് ജോലിക്ക് പോണവർക്കൊക്കെ നമ്മൾ ഇത് നല്ല കറക്റ്റ് ഇവിടെ വെൽറ്റ് നമുക്ക് കയറ്റിയിടാം. അപ്പൊ ഞാൻ ഇതിൽ വെൽറ്റ് ഇട്ടിട്ടുണ്ട്. വെൽറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് കണക്ക് തലയിൽ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിനൊക്കെ നമുക്ക് എങ്ങാണ്ട് വേണം സൂം ചെയ്യാൻ. ലൈറ്റ് ഇങ്ങനെ കറങ്ങും, എങ്ങാണ്ട് മേലോട്ട് ആക്കാം. അതിനൊക്കെ കറക്റ്റ് അത് താഴോട്ട് നമുക്ക് സൂം ചെയ്യാം. എങ്ങനെ വേണം നമുക്ക് സൂം ചെയ്ത് വെക്കാം. ഈ ടാപ്പിംഗ് ജോലിക്ക് പോകുന്നതൊക്കെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഓപ്ഷനാണ് ഈ ലൈറ്റ്. അത് രണ്ട് നമുക്ക് വൈഡ് ആയിട്ട് വേണമെങ്കിൽ ഇപ്പൊ സൂം ലൈറ്റ് ഉണ്ട്, അതിനൊക്കെ വൈഡ് ആയിട്ടുള്ള ലൈറ്റും ഉണ്ട്. അവർക്കൊക്കെ അടിപൊളിയായിട്ടാണ്. അതിങ്ങനെ വർഷാപ്പുകാരൊക്കെ നൈറ്റ് കാലത്ത് പണിയാനൊക്കെ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റാണ്. അപ്പോൾ രാത്രി നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒന്നും നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൻ്റെ വല്ല വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും അറിയത്തില്ല. എല്ലാം ഡാർക്കായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തലയിച്ച് നമുക്ക് ഇതിനൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇവിടുത്തെ ഈ സ്വിച്ചിൽ ഇതിനൊക്കെ അടിക്കാൻ നമ്മളെ ലൈറ്റ് ഇപ്പോൾ കത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ എഞ്ചിൻ്റെ ഭാഗത്ത് ഇവിടെ കാണാം. നേരത്തെ നമുക്ക് ശകലം പോലും കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. എഞ്ചിൻ്റെ വെൽറ്റാണ് പോയിട്ട് പൊട്ടിയിട്ടുണ്ടോന്നോ അത് കണക്ക് തന്നെ
വെള്ളത്തിന്റെ പൈപ്പാണ് പൊട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റ് ഇപ്പോൾ എഞ്ചിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് കാണാം. ഇതിപ്പം കറക്റ്റ് സൂം ചെയ്ത് അടിക്കുന്ന ലൈറ്റാണ്. അതൊക്കെ തന്നെ അതിൻ്റെ ട്യൂബ് ലൈറ്റ് ഉണ്ട്. നമുക്ക് ആ LED ബാർ ട്യൂബും കൂടെ ഒന്ന് ഓണാക്കാം. ഇത് ഓണാകുന്ന സമയത്ത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇവിടെ കാണാം. എഞ്ചിൻ്റെ എല്ലാ ഭാഗവും ഇപ്പോൾ വണ്ടിയിനകത്തുള്ള എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ഇത് നോക്കാം. അത് കണക്ക് നമ്മൾ ടയർ പഞ്ചറാണ്. നമുക്ക് രാത്രി വെട്ടമൊന്നുമില്ല, ടയറൊന്നും മാറണം. ലൈറ്റ് ഫ്രണ്ടിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റ് സൈഡിൽ കിട്ടില്ല. ടയർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇതിനൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടയറിൻ്റെ നെട്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. നമുക്ക് ജാക്കിയൊക്കെ വെച്ചതിന് ശേഷം ടയറൊക്കെ ഈസി ആയിട്ട് ഇളക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് കണക്ക് ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ ഓടിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ബൈക്കിൽ ഹെഡ്ലൈറ്റ് അതിൻ്റെ ഹാൻഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഹാൻഡിൽ എങ്ങാണ്ട് തിരിക്കുന്നത് നമുക്ക് അതിൽ കറക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി അത് കണക്ക് തന്നെ ആണ് കമ്പനി ചെയ്ത് വെച്ചേക്കുന്നത്. ഹാൻഡിൽ എങ്ങാണ്ട് തിരിക്കുന്നു, രാത്രി കാലത്തിൽ എങ്ങോട്ട് പോകുമ്പോൾ തിരിക്കുന്നത്, അത് കണക്ക് ലൈറ്റും അങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് നമുക്ക് കറക്റ്റ് വെട്ടം കണ്ട് പോകുമ്പോൾ നമ്മൾ തലയിൽ വെൽറ്റിട്ട് ഈ ലൈറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഈ ലൈറ്റ് പിടിച്ചുകൊണ്ടേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അത് അടിപൊളിയായിട്ടുള്ള സൂപ്പർ വെൽറ്റാണ്. അത് ഇട്ടുകൊണ്ട് തല വേനൊന്നും എടുക്കും. നല്ല സ്മൂത്തായിട്ടുള്ള വെൽറ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ ഫോക്കസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നല്ല ഡാർക്കായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഇപ്പോൾ നടന്നു പോവുകയാണ്. നല്ല ഡാർക്കായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇതിൻ്റെ തറ എന്തെങ്കിലും അറിയത്തില്ല. നിങ്ങൾ ഇവിടെ കാണാം, നല്ല ഡാർക്കാണ്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഓണാക്കി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ എങ്ങോട്ട് നമ്മളെ കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് സ്ട്രൈറ്റ് ആയി നടക്കണമെങ്കിൽ വെട്ടം നല്ല സ്ട്രൈറ്റ് അടിക്കും. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ വെട്ടം ഇങ്ങോട്ട് തിരിഞ്ഞാൽ വെട്ടം ഇങ്ങോട്ടായി. നല്ല നമുക്ക് തറയിൽ എന്ത് പല ഏഴ് ജന്തുക്കൾ എന്തുണ്ടെന്ന് കറക്റ്റ് നമുക്കത് കാണാൻ പറ്റും. അതേ കണക്കിന് നമുക്ക് ഇത് കൂടെ ഇതിൻ്റെയൊക്കെ കുറച്ചുകൂടെ വെട്ടം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത മോഡുണ്ട്, അതിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ വെട്ടം കണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് നടന്നു പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയും ഈ ലൈറ്റ് വെച്ച് നമുക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഗോപ്രോയ്ക്ക് നേരെയാണ് ഈ ലൈറ്റ് വെച്ചത്. നമ്മളെ നാട്ടിലെ ടാപ്പിംഗ് ജോലിക്കൊക്കെ രാവിലെ പോകുന്നവർക്ക് ഈ ലൈറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിൽ ഒരു ട്യൂബ് അതിനൊക്കെ ബാർ ട്യൂബ് കണക്കുള്ള ലൈറ്റും ഉണ്ട്, അതിനൊക്കെ സൂം ലൈറ്റും ഉണ്ട്. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രാത്രി ആയാലും നിൽക്കാൻ പോകുമ്പോൾ അടിപൊളിയായിട്ട് നിന്ന് വെട്ടാൻ അടിപൊളി പ്രോഡക്റ്റാണ്. ഫിഷിങ്ങിന് പോകുന്നവരൊക്കെ രാവിലെയൊക്കെ 5 മണിക്ക് രാത്രിയൊക്കെ എണീച്ച് നടക്കാൻ പോകുന്നവർക്ക് സൈക്കിളിൽ ഇതൊക്കെ പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിയിടാൻ മറക്കരുത്. ഞാൻ ചെയ്ത പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ലൈക്ക് തന്നെ കാണുക, അല്ലെങ്കിൽ ലൈക്കും ഷെയറും കമന്റ് നമുക്ക് അടുത്തടുത്ത വീഡിയോയിലെ പ്രചോദനം. അതിനൊക്കെ AC കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഫ്രിഡ്ജിനെ കുറിച്ചോ, അതിനൊക്കെ തന്നെ സ്പ്ലിറ്റ് AC, വിൻഡോ AC, വാഷിംഗ് മെഷീൻ, ഹാൻഡ് ഗ്രൈൻഡർ, ഡ്രില്ല്, അതിന്റെ എന്തെങ്കിലും മെക്കാനിക്കലുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ എല്ലാം എന്റെ ചാനലിലെ പ്ലേലിസ്റ്റ് കിടപ്പോൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല കാര്യം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.